ഒപ്പീസ്. ആ പേര് അറം പറ്റിയോ? ഷൈൻ ടോം ചാക്കോയുടെ ചികിത്സാർത്ഥം കുടുംബസമേതം ബംഗളൂരുവിലേക്ക് പോകവേ ഇന്ന് പുലർച്ചെ സേലം ബംഗളൂരു ദേശീയപാതയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് CP ചാക്കോ മരിക്കുകയും സഹോദരനും അമ്മയും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഷൈൻ്റെ സഹോദരൻ ആദ്യമായി അഭിനയിക്കുകയും ചെയ്ത ഒപ്പീസ് എന്ന ചിത്രം പ്രൊഡ്യൂസർ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്ന് പിന്മാറിയ ഘട്ടത്തിൽ ഷൈൻ്റെ പിതാവ് CP ചാക്കോ ആ ചിത്രത്തിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുക്കുവാൻ തയ്യാറായി തന്നെ സമീപിച്ച അനുഭവം പങ്കുവയ്ക്കുകയാണ് നിർമ്മാതാവും കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറിയുമായ ശ്രീ സജി നന്ദ്യാട്ട്. ഒപ്പീസ്, ആ ചിത്രത്തിന്റെ പേര് അറം പറ്റിയ പോലെയായി CP ചാക്കോയുടെ മരണം. ഷൈൻ്റെ പിതാവുമായിട്ട് ഈ അടുത്ത നാളിൽ വലിയ ബന്ധമായിരുന്നു. കാരണം ഈ അടുത്ത നാൾ അദ്ദേഹമായിട്ട് എനിക്ക് പരിചയപ്പെടാൻ ഇടയായി. കാരണം ഞങ്ങൾ തമ്മിൽ ഒരു പാവം മനുഷ്യനായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടാണ് ഫിലിം ചേംബറിൽ വന്ന് ഞങ്ങളെ സമീപിച്ചത്. അതായത് ഷൈൻ ടോം ചാക്കോയുടെ ബ്രദറും അഭിനയിക്കുന്ന ഒരു പടമുണ്ട്, ഒപ്പീസ് എന്നാ പടത്തിന്റെ പേര്. ആ ഒപ്പീസ് എന്ന പടം ശരിക്കും പറഞ്ഞാൽ അതൊരു എന്തായാലും പറയാ, ഒരു കോയിൻസിഡൻസ് പോലെയാ ഇപ്പൊ എനിക്ക് ആ പടത്തിന്റെ പേര് തോന്നുന്നത്. ആ പദം അറം പറ്റിയ പോലെ ഒരു അവസ്ഥയായി പോയല്ലോ. അറം പറ്റിയ പോലെ ഒരു പേര്. കാരണം അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ എനിക്കിങ്ങനെ ഒരു പടം ഷൈൻ ടോം ചാക്കോയും എന്റെ രണ്ടാമത്തെ മോനോട് അഭിനയിക്കുന്ന ഒരു പടമുണ്ട്, ഒപ്പീസ് എന്നതിന്റെ പേര്. ആ പടം നിന്നുപോയി, പകുതിക്ക് വെച്ച് നിന്നുപോയി, സാമ്പത്തിക പ്രശ്നമാണ്. അതുകൊണ്ട് എന്റെ ഇളയ മോനും നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു പടവും നല്ല കഥയുമാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടുകൊണ്ട് എനിക്ക് ആ പടം ഇറക്കിയാൽ കൊള്ളാതുണ്ട്, അതുകൊണ്ട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായും. അപ്പൊ ആദ്യത്തെ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് NOC വാങ്ങണം, അദ്ദേഹത്തിന് സാമ്പത്തിക ബാധ്യതകളെല്ലാം തീർത്ത പേപ്പറുകളായിട്ട് ചേംബറിൽ വരണം, നമുക്ക് എന്നിട്ട് നിങ്ങളുടെ പേരിൽ പടം നമുക്ക് റീറൈസ് ചെയ്തിട്ട് ആ പടം ബാക്കി ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ പേരിൽ പടം ഇറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് സമ്മതിച്ചു. അദ്ദേഹത്തിന് സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ പറഞ്ഞത്, സാമ്പത്തികമായി നാളെ ഒരു തർക്കം വരരുതല്ലോ. അങ്ങനെ സമ്മതിച്ച് കാര്യങ്ങളെ ആദ്യത്തെ പ്രൊഡ്യൂസറെ വിളിച്ചു വരുത്തി. എനിക്ക് തോന്നുന്നു ഒരു തെലുങ്ക് മനുഷ്യനാന്ന് തോന്നുന്നു. അദ്ദേഹം അവിടെ വന്നെല്ലാം കഴിഞ്ഞ് പേപ്പറുകളൊക്കെ തന്നു, NOC എല്ലാം നമ്മളെല്ലാം തന്നു. അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോയുടെ പേരിലേക്ക് ഈ പടം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും തന്നു കഴിഞ്ഞപ്പോൾ ആ ഫയല് എന്റെ മുമ്പിൽ ഇരിക്കുന്ന സമയത്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആനന്ദ് പയ്യന്നൂർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സംഘടനാ രംഗത്ത് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറുണ്ട്. അദ്ദേഹം ഇത് കാണുകയും എന്നോട് ചോദിച്ചു, ഇതെന്താണ് ഈ പേപ്പർ? ഞാൻ പറഞ്ഞ ഷൈൻ ടോം ചാക്കോ ബ്രദർ അഭിനയിച്ച ഒരു പടം ഒപ്പീസ്, അതിന്റെ ഷൂട്ടിംഗ് നിന്നുപോയ സാഹചര്യത്തിൽ ഇദ്ദേഹം ആ പടം ഏറ്റെടുക്കുകയാണ്, അതിന്റെ പേപ്പറുകളാന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എന്നോട് ആനന്ദ് പയ്യന്നൂർ പറഞ്ഞു, ചേട്ടാ ഈ പടം എങ്ങനെ ചെയ്യരുത്, കാരണം ഇതിനകത്ത് മറ്റൊരു പ്രൊഡ്യൂസർ ഉണ്ടെന്നോ. അതായത് അത് ഷൈൻ ടോം ചാക്കോയുടെ പിതാവിന് അറിയില്ലായിരുന്നു. മറ്റേ പ്രൊഡ്യൂസർ ഇത് മറച്ചു വെച്ചതാണ്, ഇങ്ങനെ ഒരു പ്രൊഡ്യൂസറോട് ഇതിനകത്ത് പണം മുടക്കിയിട്ടുണ്ട്, അവർ തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ പറഞ്ഞു, ഷൈൻ ടോം ചാക്കോയുടെ പിതാവിനോട് പറഞ്ഞു, ഇത് സൈൻ ചെയ്യുന്നതിന് മുമ്പ് വേറൊരു പ്രൊഡ്യൂസറോട് ഇതിനകത്തുണ്ടെന്നാണ് അറിയുന്നത്, നാളുകളിൽ അത് പ്രശ്നമാകും, സിവിൽ കേസിലേക്കൊക്കെ പോകും, അതുകൊണ്ട് അതുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറഞ്ഞു. നിലവിലുള്ള പ്രൊഡ്യൂസറെ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇവരെല്ലാം കൂടെ തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി ഒപ്പീസ് എന്ന് പറഞ്ഞ പടം ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ഇറക്കാനും ഷൂട്ടിംഗ് ചെയ്യാനുള്ള ഭാഗം ഷൂട്ട് ചെയ്തിട്ട് പടം ഇറക്കാനും റിലീസ് ചെയ്യാനും ഒക്കെ ഉള്ള ആഗ്രഹത്തിൽ കഴിഞ്ഞ ദിവസം ഒരു 3 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു അഡ്വക്കേറ്റ് സിയാദ് മുഖേന ഈ 3 കൂട്ടരും തമ്മിലിരുന്നുള്ള എഗ്രിമെന്റ് ഉണ്ടാക്കി. ആ എഗ്രിമെന്റ് ഉണ്ടാക്കി ഒപ്പീസ് പടം ഷൈൻ ടോം ചാക്കോയുടെ പിതാവിന്റെ പേരിലേക്ക് മാറ്റുന്ന ഒരവസ്ഥയിൽ പേപ്പറുകൾ നീക്കി എല്ലാം ഫൈനലായെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പൊ അത് നേരെ ചേംബറിൽ കൊണ്ടുവന്ന് ഈ പ്രോജക്ട് ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോ അദ്ദേഹത്തിന്റെ പേരിലേക്ക് മാറ്റാനുള്ള ഒരു സമയം കിട്ടിയില്ല. ആ ആഗ്രഹം ബാക്കി വെച്ചാണ് അദ്ദേഹം യാത്ര ചെയ്തത്. എനിക്ക് മനസ്സിന് വലിയ വിഷമമായിട്ട്. കാരണം പെട്ടെന്ന് രാവിലെ ഇത് അറിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതാ ഓർത്തത്. കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് വലിയ ആഗ്രഹമാണ്, 2 മക്കളോട് അഭിനയിക്കുന്ന പടമാണ്, നല്ല കഥയാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ ആ പടത്തിന്റെ പേര് കേട്ടപ്പോൾ, ഒപ്പീസ് എന്ന പടം ആ പേര് കേട്ടപ്പോൾ ശരിക്കും സുനിൽ പറഞ്ഞ പോലെ അതൊരു അറം പറ്റിയതെന്ന് എനിക്കൊരു വിഷമം. അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു ആ പടം. അദ്ദേഹത്തിന് ആദ്യ സംരംഭമായിരുന്നു. അദ്ദേഹത്തെ അതിനകത്ത് പേപ്പറിന്റെ കാര്യങ്ങളോ ഇതേക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് നല്ല ഈ ഉണ്ടല്ലോ നമ്മുടെ ഈ പേപ്പർ വർക്കുകളെ കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ആദ്യമായിട്ട് നിർമ്മിക്കാൻ പറ്റുന്നത് എൻ്റെ അടുത്ത് ഒരു 3-4 പ്രാവശ്യം ഇപ്പൊ വന്നു. അപ്പൊ ഇതേക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞു, അച്ചായനിങ്ങനെ അബദ്ധം പറ്റരുത്, പണം മുടക്കുമ്പോൾ നമുക്ക് സാമ്പത്തിക സേഫ്റ്റി നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഒപ്പിടാൻ കാലം നന്നായി. ആദ്യമേ അദ്ദേഹത്തിന് ഒരു അനിഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് വേറൊരു പ്രൊഡ്യൂസറോട് രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ എന്നോട് പറഞ്ഞു അത് കറക്റ്റാണ്, സജി അത് ചെയ്ത് നന്നായി. കാരണം ഞാൻ പറഞ്ഞു ഇങ്ങനെ പടം ഇറങ്ങാനുള്ള ആവേശം കൊള്ളാം, പക്ഷെ സാമ്പത്തികമായിട്ട് പ്രശ്നം പിന്നീട് ഉണ്ടാകും, സിവിൽ കേസൊക്കെ വരാം. ആദ്യം അതിനകത്ത് പൈസ മുടക്കിയ ആൾക്കാർ അവർ തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അത് പടത്തെ ബാധിക്കും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മതി അച്ഛാ ഈ പടം എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം ക്ലിയർ ചെയ്തു. മറ്റേ പ്രൊഡ്യൂസറെ രംഗത്ത് വന്നു. ആദ്യമേ
പണം മുടക്കി രണ്ടുപേരും ഒരുമിച്ചിരുത്തി ഒരു കൂട്ടായ എഗ്രിമെന്റ് ഉണ്ടാക്കി അവരുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബാധ്യതകളും ഇത് ഏറ്റെടുത്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പേരിൽ പടം ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആഗ്രഹിച്ചത്. മിനിഞ്ഞാന്ന് എന്റെ ശരിയാണെങ്കിൽ അഡ്വക്കേറ്റ് സിയാദ് മുഖേന പേപ്പർ വർക്ക് അല്ല ഇപ്പൊ ചേംബറിലേക്ക് കൊണ്ടുവരാനിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ധാരണ അന്തി ഇന്ന് രാവിലെ ഞാൻ കേൾക്കുന്നത്. ഈ ഒരു യാത്ര എങ്ങോട്ടായിരുന്നു, എന്ത് ഉദ്ദേശത്തോടുകൂടിയായിരുന്നു, എന്തെങ്കിലും വിവരമുണ്ടോ? ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ബാംഗ്ലൂരിലേക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ട് ആണ് പോയത്. 100 കിലോമീറ്റർ മറ്റും അടുത്താൽ മതിയായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അവർ ആശുപത്രിയിലേക്കാണ് പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് 100 കിലോമീറ്റർ ആശുപത്രിയുമായി 100 കിലോമീറ്റർ അകലെയാണ് സംഭവം നടക്കുന്നത്. മനസ്സിലായി. ഇതുപോലെ ഇപ്പോൾ നമുക്കറിയാവുന്ന പല ദുരൂഹ മരണങ്ങളും ഇപ്പോൾ ആ റൂട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. അന്നേരം ഉയർന്നു കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അവയവ മാഫിയകൾ, പ്രത്യേകിച്ച് തമിഴ്നാടും ഈ കർണാടകയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാഫിയകള് ഇത്തരം മനഃപൂർവ്വം ഇത്തരം അപകടങ്ങൾ ഉണ്ടാക്കുകയും അന്നേരം അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാധ്യത ഇതിനകത്തുണ്ടോ? അല്ല, അത് വെളുപ്പിനെ ആയതുകൊണ്ട് നമുക്ക് സംശയിക്കാനൊരു സാഹചര്യം ഇല്ല. എങ്കിൽ തന്നെയും അത് സംശയിക്കുന്നത് നല്ലതാണ്. അതൊരു അന്വേഷണം നടക്കണം. കാരണം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു ആഫ്രിക്കനിലൊരു മലയാളിയാണ്. അദ്ദേഹം ഈ അടുത്ത നാട്ടിൽ വന്നപ്പോൾ എന്നോട് ഒരു അനുഭവ കഥ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ബ്രദറോട് സഞ്ചരിച്ച സമയത്ത് ഒരു പെട്രോൾ പമ്പിൽ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ഈ അവയവ മാഫിയയുടെ ആൾക്കാർ അവിടെ നോക്കി നിൽക്കും. എന്നിട്ട് അവരെ ഇൻഡിവേഷൻ കൊടുക്കും അടുത്ത അവരുടെ ആൾക്കാർക്ക് വണ്ടി നമ്പർ വെച്ച്, പ്രത്യേകിച്ച് മലയാളി വണ്ടികൾ, നമ്മുടെ കേരള രജിസ്ട്രേഷനുള്ള വണ്ടികളാണ്. അങ്ങനെ ഇൻഡിവേഷൻ കൊടുത്തിട്ട് ഇവരെ ഇതുപോലെ തന്നെ ആക്സിഡന്റ്, നല്ലൊരു വാഹനമായിരുന്നു, അത് ആക്സിഡന്റിൽ പെടുത്തിയിട്ട് ഇവർ പിന്നെ ഇവരിറങ്ങി ഓടിയിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി കഴിഞ്ഞ് മറ്റവരെ പിടിച്ചു നോക്കുകയും ചെയ്തു. പിന്നെ പക്ഷേ അവിടെ അത് എന്തോ ഇതെല്ലാം തമ്മിലൊരു അവിശുദ്ധ ബന്ധമുണ്ടോ എന്ന് സംശയിക്കേണ്ട രീതിയിൽ അദ്ദേഹത്തോട് സംസാരിച്ചു. അങ്ങനെ ഒത്തിരി മലയാളികൾക്ക് ഇങ്ങനെ അബദ്ധം ഉണ്ടാകുന്നത്. രാത്രി ആരെങ്കിലും സഞ്ചരിക്കുന്നവര് അവർ പെട്രോൾ അടിക്കാൻ കയറുമ്പോൾ ഈ വണ്ടി നമ്പർ നോട്ട് ചെയ്തിട്ട് ഇങ്ങനൊരു അവയവ മാഫിയ ആണെന്ന് തോന്നുന്നു. ഇതിനകത്ത് വലിയൊരു ഇതുണ്ട്. അതേക്കുറിച്ചൊക്കെ തമിഴ്നാട് ഗവൺമെന്റ് ഈ അടുത്ത നാളിൽ വലിയ വിവാദമായപ്പോൾ അന്വേഷിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ എന്തായാലും അതൊരു അന്വേഷണം നല്ലതാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.